ഹലോ എവരിവൺ, വീണ്ടും ഒരു ശനിയാഴ്ച നമ്മുടെ ഓഫീസിൻ്റെ ആനുവൽ പാർട്ടിയാണിന്ന്. അപ്പം ഞാൻ മെട്രോയിൽ നമ്മുടെ ഓഫീസിൻ്റെ ആനുവൽ പാർട്ടിക്ക് എത്തിയിരിക്കുകയാണ്. വൈറ്റ് ഫീൽഡിലാണ് ഇത് നടക്കുന്നത്. ഇലവേറ്റ് എന്നാണ് നമ്മുടെ ഇത്തവണത്തെ ആനുവൽ പാർട്ടിയുടെ പേര്. അപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിംസിൻ്റെ സെക്ഷനിലേക്ക് ഞാൻ കടന്നു. അപ്പോൾ ഒരുപാട് ഗെയിംസ് അവർ നമുക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിലും ഒന്നും ഞാൻ കയറിയില്ല. ഏതൊക്കെയാണോ എനിക്ക് താല്പര്യമുള്ളത് അതിലൊക്കെ പോയി ഞാൻ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് കളിക്കുന്നതെന്നൊക്കെ നോക്കി നിന്നു. നല്ലതായിട്ടാണോ കളിക്കുന്നത്, എങ്ങനെയാണ് ഈ ഗെയിം, അങ്ങനെയൊക്കെ പിന്നെ കണ്ടുകൊണ്ടൊക്കെ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സത്യത്തിൽ കുറച്ച് ലേറ്റായിട്ടാണ് അവിടെ എത്തിയത്. അത് 11:30ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഓൾറെഡി അതെല്ലാം സ്റ്റാർട്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ 11:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 12 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മളവിടെ എത്തി. അപ്പോൾ നല്ലൂർഹള്ളി വരെ നമ്മൾ മെട്രോയ്ക്ക് വന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ ബസ്സസ് ഉണ്ടായിരുന്നു, അതിൽ കയറി നമ്മൾ ഇവിടെ എത്തി. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇതാണ് ഒരു സൂപ്പൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ആ ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ആ ആനുവൽ ഡേ, അതായത് ആനുവൽ പ്രോഗ്രാമിൻ്റെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു സൂപ്പൊക്കെ വെച്ചാണ്. അത് കഴിഞ്ഞ് കുറച്ച് ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ കുറച്ച് ചെണ്ടമേളമൊക്കെ കണ്ടു. ഇവിടെ ഉണ്ട്, പിന്നെ അതായത് മെയിൻ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലും കുറച്ച് ചെണ്ടമേളമുണ്ട്, അതും കണ്ടു. നമ്മൾ സത്യത്തിൽ ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയെങ്കിലും നമ്മളുടെ കൂടെയുള്ള കുറേ പേര് വരാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. നമ്മൾ 2 പേരെ എത്തിയിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പോയി ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ അവർ നമുക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് നമുക്ക് കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളതൊക്കെ പോയി കണ്ടു. അപ്പോൾ ഇതുകൊണ്ട് വെജിറ്റേറിയൻസിന് വേണ്ടി ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നോൺ വെജിന് ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷേ അവരുടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറവായിരുന്നു. നമ്മളതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ബാക്കിയുള്ളവർ കുറേ പേര് ഓൾറെഡി അവരുടെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 2 മണി വരെ നമുക്ക് ഇവിടെ ലഞ്ചുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. അത് കഴിയുമ്പോൾ നമുക്കതുകൊണ്ട് സാലഡിൻ്റെയൊക്കെ ഒരു കുറേ നല്ല സെക്ഷൻ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. നമ്മളും പോയി അതെല്ലാം ടേസ്റ്റ് നോക്കി. പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഡെസേർട്ടിലാണ് സത്യത്തിൽ സ്റ്റാർട്ട് ചെയ്ത്. അവർ വരുന്നിടം വരെ വെയിറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വേറൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അവിടെ പോയി. അവിടെയും ചെണ്ടമേളം തന്നെ ആയിരുന്നു. അവിടെയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ലഞ്ചും കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ മെയിൻ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. മെയിൻ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇവർ നമ്മളെ ചെണ്ടമേളമൊക്കെ വെച്ചിട്ടാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിനകത്തോട്ട് പോകുമ്പോൾ ഭയങ്കര രസമാണ്. അതായത് ഒരുപാട് ലൈറ്റിങ്സ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ പുകയൊക്കെ വരും, നല്ല രസമാണ്. അതിനകത്തോട്ട് കയറി പോകുന്ന നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ വഴി എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കാണാൻ, നല്ല രസമാണ്. നിങ്ങൾക്ക് കാണാം എൻ്റെ പുറകിലും മുന്നിലും ഒക്കെ കുറേ പേര് ഇതുപോലെ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് കാണുന്നത്. നമ്മളും ഒരു സൈഡിൽ കൂടെ വീഡിയോ എടുത്ത് മുന്നിലോട്ട് പോയി. ഇവിടുത്തെ നമ്മുടെ ഇന്നത്തെ മെയിൻ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ വിജയ് പ്രകാശാണ്. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള പ്ലേബാക്ക് സിംഗറാണ്. അതായത് ഇവിടുത്തെ ഒരു മ്യൂസിക് ഡയറക്ടറാണ്, കർണാടകയിൽ നിന്ന് വന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഇത് ഓൾറെഡി പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മളകത്ത് കയറിയപ്പോൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ബലൂൺസൊക്കെ ഉണ്ട്. പ്രോഗ്രാം ഓൾറെഡി സ്റ്റാർട്ടായിരിക്കുകയാണ്. നമ്മളും പോയിട്ട് ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച്, സീറ്റൊക്കെ കണ്ടുപിടിച്ച് നമ്മളും അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം എനിക്ക് വേറൊരിടത്ത് പോകണമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിജയ് പ്രകാശിൻ്റെ പ്രോഗ്രാം കൂടെ കണ്ടിട്ട് ഇറങ്ങാമെന്ന് കരുതി ഞാൻ അവിടെ ഇരുന്നു. ഇത് നമ്മുടെ ഓഫീസിലെ തന്നെ കുട്ടികളാണ്. അവർ ഡാൻസിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അവർ നേരത്തെ പേര് കൊടുത്ത് പ്രാക്ടീസ് ചെയ്ത് ഈ ആനുവൽ ഡേക്ക് വേണ്ടി അവർ പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്. അങ്ങനെ നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. ഇതിനകത്ത് എല്ലാ പ്രോഗ്രാംസും ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഏതൊക്കെയാണോ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയത് അതിൻ്റേതും പിന്നെ നല്ലതെന്ന് തോന്നിയതും ഒക്കെ മാത്രമേ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ മോക്ടെയിൽ ഉണ്ടായിരുന്നു. ഞാൻ അതിനിടയിൽ പോയി വിജയപ്രകാശിൻ്റെ പ്രോഗ്രാമിന് മുന്നേ പോയി ഞാൻ മോക്ടെയിലും വാങ്ങിച്ചിട്ടാണ് വന്നിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വിജയപ്രകാശിൻ്റെയാണ് നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. വിജയപ്രകാശിൻ്റെ പ്രോഗ്രാം കൂടെ ഞാൻ അറ്റൻഡ് ചെയ്തു. വളരെ നല്ല പ്രോഗ്രാംസ് ആയിരുന്നു എല്ലാവരും. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോയിലൂടെ. എന്തായാലും താങ്ക് യു.